നമസ്കാരം. നമ്മൾ കുറച്ച് നാളായില്ലേ എന്തെങ്കിലും ഒരു നല്ല സാലഡ് കണ്ടിട്ടല്ലേ? അപ്പോൾ ഇന്ന് ഒരു എക്സലന്റ് ആൻഡ് വെരി യുണീക്ക് സാലഡാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, അതോടൊപ്പം തന്നെ എക്സലന്റ് ടേസ്റ്റ് ആയിരിക്കും. അബ്സല്യൂട്ട്ലി ഹെൽത്തിയാണ്. പ്രത്യേകിച്ചും ബ്യൂട്ടി, അതായത് നല്ല സ്കിന്ന്, അതുപോലെ നല്ല മുടി, നല്ല നിറം, ഇവയൊക്കെ ആഗ്രഹിക്കാത്ത വല്ലവരും ഉണ്ടോ? അപ്പോൾ അതിന് ഒക്കെ ആവശ്യമായ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ഒരു നല്ല സാലഡാണ്. കുറച്ച് വ്യത്യാസം ഉണ്ട് ഇതിനകത്ത്, നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാൾ ചില ഡിഫറൻസ് ഉണ്ട്. അപ്പം കുറേ നല്ല ഇൻഗ്രീഡിയൻസ് ആണ്, രുചികരമായ ഇൻഗ്രീഡിയൻസ്. അവയൊക്കെ ചേർത്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. സാലഡ് ആകുമ്പോൾ ഈസി ആണല്ലോ, ഈസി ടു പ്രിപ്പയർ ആണ്, ഈസി ടു ടേക്ക്. അപ്പം ഇതിന് ഇപ്പം നേരത്തെ പറഞ്ഞ നല്ല മുടി കിട്ടാനും, നല്ല നിറം കിട്ടാനും, നല്ല ചർമ്മം കിട്ടാനും ഒക്കെ നമുക്ക് ചില ബേസിക് നെസസിറ്റീസ് ശരീരത്തിന് വേണം. അതിൽ നമ്പർ 1 ആണ് ഗ്ലൂട്ടാത്തയോൺ. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ശരീരത്തിന്റെ എന്താ പറയാ, കറുപ്പ് നിറം മാറ്റാൻ ഏറ്റവും അത്യാവശ്യം. ഇപ്പൊ ഗ്ലൂട്ടാത്തയോണിന്റെ ഒരു കാലമാണല്ലോ, എല്ലാവരും ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നു, ഗ്ലൂട്ടാത്തയോൺ ഗുളികകൾ കഴിക്കുന്നു, പിന്നെ ഗ്ലൂട്ടാത്തയോൺ ക്രീം ഉപയോഗിക്കുന്നു. ഇങ്ങനെ അതിന്റെ ഒരു ബഹളമാണ്. നമ്മൾ മാർക്കറ്റ് ഈസ് ഫ്ലഡഡ് വിത്ത് ഓൾ ദീസ് തിങ്സ്. അപ്പൊ അതിന് നമുക്ക് നാച്ചുറലായിട്ട് ശരീരത്തിൽ ഗ്ലൂട്ടാത്തയോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ളത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ. അപ്പോൾ ഇത് റെപ്പറ്റീഷൻ അല്ല, ഇത് കുറേ വ്യത്യാസമായിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ അതിന്റെ ഗ്ലൂട്ടാത്തയോൺ നാച്ചുറലായിട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? കുറേ നല്ല നല്ല സാധനങ്ങൾ, സിമ്പിൾ സാധനത്തിലുണ്ട്. നമ്മുടെ സ്പിനാച്ച് എന്ന് പറയുന്ന ഇലയ്ക്കകത്ത് വരെ ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയന്റിൽ ഞാൻ ഈ ചീരയിലല്ല, ഇത് പാലക്കിലയാണ്, അതാണ് സ്പിനാച്ച്, അതാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഗ്ലൂട്ടാത്തയോൺ ഇതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചേർത്തിരിക്കുന്നത്. പിന്നെ മുട്ടയ്ക്കകത്ത് ലൂസിൻ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് ഗ്ലൂട്ടാത്തയോൺ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കാൻ ഏറെ ആവശ്യമാണ്. ഇപ്പൊ മുട്ടയ്ക്കകത്ത് ബയോട്ടിൻ ഉണ്ട്, കൊളാജൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് ബ്യൂട്ടിക്ക്, അല്ലേ? നല്ല സ്കിന്നിന് വേണ്ടി, നല്ല സപ്പിൾ സ്കിന്നിന് വേണ്ടി, അല്ലെങ്കിൽ മുടിക്ക് വേണ്ടി ഒക്കെ കൊളാജൻ ആവശ്യമാണ്. അതൊരു ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതിന് മുട്ട എടുത്തിട്ടുണ്ട്, ഒരു മുട്ട പുഴുങ്ങി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാലക്കില ഒരു 25 ഗ്രാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് അതുപോലെ മറ്റ് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, അതിന് വൈറ്റമിൻ സിയും ബീറ്റ കരോട്ടിനും ഒക്കെ. ടൊമാറ്റോ ഉണ്ട്, അപ്പം ഇതെന്തൊക്കെയാണ് ചേരുവകളെന്ന് ഒന്നുകൂടെ ഞാൻ വിശദമായിട്ട് പറയാം. നമുക്ക് വേണ്ടത് മുട്ട, അത് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള എടുത്തിട്ടുണ്ട്, അത് ഏകദേശം ഒരു 30 ഗ്രാം സവാളയുണ്ട്. പാലക്കില 25 ഗ്രാം അരിഞ്ഞത്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്ന മധുരക്കിഴങ്ങ്, അത് അരിഞ്ഞത് ഒരു 100 ഗ്രാം ഉണ്ട്. പിന്നെ തക്കാളി ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങാനീര്, അതോടൊപ്പം സൺഫ്ലവർ സീഡ് എന്ന് പറയുന്നത് സൂര്യകാന്തിയുടെ പൂവിനകത്തുള്ള സീഡാണ്, സൂര്യകാന്തി വിത്ത്. ഓക്കെ. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ആസ് യൂഷ്വൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാകുമെന്ന് നോക്കാം. സ്വീറ്റ് പൊട്ടറ്റോ തന്നെ ആദ്യം ചേർക്കാം, പുഴുങ്ങി തൊലി കളഞ്ഞത്. അതോടൊപ്പം തക്കാളി ചേർക്കുന്നു, മുട്ട, ഒരു മുട്ടയാണ് പുഴുങ്ങിയത്, സവാള ചേർത്ത്, പാലക്കില, സൺഫ്ലവർ സീഡ്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ആപ്പിൾ സിഡർ വിനിഗർ അല്ലെങ്കിൽ നാരങ്ങാനീര് ഏതെങ്കിലും ചേർക്കാം.
വെർജിൻ കോക്കനട്ട് ഓയിലൂടെ ചേർത്തിട്ട് ടോപ്പപ്പ് പരിപാടിയാണ്. ടേസ്റ്റും വരും, ഗുണവും ഉണ്ടാകും, നല്ല ഒരു മയം കിട്ടും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അതായത് ഈ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ഒരു ചെറിയ മധുരമുണ്ട്, അതിൻ്റെ കൂടെ മുട്ട, അതോടൊപ്പം ഏറ്റവും പ്രധാനം തക്കാളി, ഇടയ്ക്കിടയ്ക്ക് ഉള്ള സൺഫ്ലവർ സീഡിൻ്റെ ആ ഒരു കരികരിപ്പ് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് വെച്ച് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗുണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ബീറ്റ കരോട്ടിൻ്റെ കലവറ. ഈ ബീറ്റ കരോട്ടിനാണ് വൈറ്റമിൻ എ ആയിട്ട് നമ്മുടെ ബോഡി കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിനും സ്കിന്നിനും ഒക്കെ ഭയങ്കര നല്ലതാണ്. അതോടൊപ്പം ഇത് ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തക്കാളി, ഗ്ലൂട്ടാത്തയോൺ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പാലക്കലയും തക്കാളിയും ഗ്ലൂട്ടാത്തയോണിൻ്റെ കലവറയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനകത്ത് നമുക്ക് കൊളാജൻ വേണം, ഗ്ലൂട്ടാത്തയോൺ വേണം, വൈറ്റമിൻ സി വേണം, അതായത് സ്കിന്നിനും ഹെയറിനും എല്ലാം ആവശ്യമായത്. അതോടൊപ്പം ഹൈലറൂണിക് ആസിഡ്, പിന്നെ റെറ്റിനോൾ, ഇവയൊക്കെ തന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഇതിനകത്തെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ ചേരുവകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓവറോൾ ആയിട്ടൊരു ബ്യൂട്ടി സാലഡ് എന്ന് പറയാം. എന്താ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇത് സ്ഥിരമായി ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുക, അപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. അല്ലാതെ കുറേ ചോറോ അല്ലെങ്കിൽ കറികൾ, കുറേ ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ളതൊക്കെ കഴിച്ചതിന് ശേഷം ഇത് എക്സ്ട്രാ ആയിട്ട് കഴിക്കരുത്. യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എ ഫുൾ മീൽ ബൈ ഇറ്റ് സെൽഫ്, വൺ ടൈം ഫുഡായിട്ട് എടുക്കണം. ഒരു നേരത്തെ ഭക്ഷണം, ഉച്ചയ്ക്കോ രാത്രിയോ ഒരു സാലഡ് പ്രിപ്പറേഷൻ. അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഓൾ ദ മോർ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഇതിന് ബ്യൂട്ടിക്ക് വേണ്ടി ഉള്ള നല്ല സാധനം എന്നറിയാലോ നിങ്ങൾക്ക്. നല്ല കൊളസ്ട്രോൾ, ഏറ്റവും നല്ല സ്കിൻ വരാൻ ആവശ്യമായ HDL-ൻ്റെ കലവറയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അത് ചുമ്മാതെ പുരട്ടിയാൽ തന്നെ സ്കിൻ എത്രയോ നല്ല തിളക്കത്തിൽ വരും. പിന്നെ ഇത് പുരട്ടിക്കൊണ്ട് വെയിലത്തിറങ്ങരുതെന്ന് മാത്രം, അപ്പം ചിലപ്പോൾ കറുത്തു പോകും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏകദേശം അടങ്ങിയിരിക്കുന്ന എല്ലാ ചേരുവകളും നമ്മളുടെ സൗന്ദര്യത്തിനേറെ സഹായിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിത് സ്ഥിരമായി ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഇതിനകത്ത് ദഹനശേഷി കുറഞ്ഞവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കണം, കാരണം ഇതിനകത്ത് ഒത്തിരി ഫൈബർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ തക്കാളി ചേർത്തല്ലോ, അതുപോലെ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ഫ്രൂട്ടോട് ചേർക്കാം. അവക്കാഡോ ബെസ്റ്റാണ്, ഗ്ലൂട്ടത്തയോണിൻ്റെ നമ്പർ 1 കലവറയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാം സൂക്ഷിച്ചും കണ്ടും ഉപയോഗിച്ച് അതിൻ്റെ കൃത്യമായ അളവിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ, അത് കഴിക്കുന്നതെന്ന് പറയുമ്പം അഡീഷണൽ ആവരുത്. നിങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ കഴിക്കാൻ നോക്കുക. തീർച്ചയായും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ എടുക്കാം.